ഇത് ആരുടെ ബുക്കാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകമാണിത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജസിൽ മെൻറ്ററിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു ഹോം അപ്ലയൻസസ് പരിചയപ്പെടുത്താനല്ല, ഒരു ആപ്പ് പരിചയപ്പെടുത്താനാണ്. ഗൂഗിളിൻ്റെ ജെമിനി. നമുക്കറിയാം ChatGPT AI വന്നതിന് ശേഷം കുറച്ച് താഴെ പോയൊരു കമ്പനിയായിരുന്നു ഗൂഗിൾ. പക്ഷേ ഗൂഗിൾ ശക്തമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് അവരുടെ AI പ്ലാറ്റ്ഫോമായിട്ടുള്ള ജെമിനി വഴി. അവരുടെ ഏറ്റവും പുതിയ ജെമിനി പ്ലാറ്റ്ഫോമിലുള്ള 2.0 ഫ്ലാഷ് അല്ലെങ്കിൽ ഒരുപാട് 2.0 പ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വേർഷൻസ് ഇറക്കിയിട്ടുണ്ട്. അത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഗൂഗിളെ, ഇതെന്തൊക്കെയാടാ ഒന്ന് പറഞ്ഞേ. കാണുന്നത് പോലെ തോന്നുന്നു. പിന്നെ പേടിഎം സൗണ്ട് ബോക്സും ഒരു മൊബൈൽ ഫോണും കുറച്ച് പുസ്തകങ്ങളും ഒരു ചാർജറും ഉണ്ട്. ഇതിൽ എന്തെങ്കിലും ഒന്നിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടോ? ഇത് ആരുടെ ബുക്കാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകമാണിത്. ഇന്ത്യയുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളാണ് ഇതിലുള്ളത്. നെഹ്റുവിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടോ? ആരായിരുന്നു അദ്ദേഹം? ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാന പങ്കുവഹിച്ച അദ്ദേഹം രാഷ്ട്രതന്ത്രജ്ഞൻ, എഴുത്തുകാരൻ, അഭിഭാഷകൻ എന്നീ നിലകളിലും പ്രശസ്തനായിരുന്നു. കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അദ്ദേഹത്തിന്റെ മറ്റു ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങളൊന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായും. അദ്ദേഹത്തിന്റെ ആത്മകഥയായ ഓട്ടോബയോഗ്രാഫി, വിശ്വചരിത്രാവലോകനം എന്നിവയാണ് മറ്റു പ്രധാന പുസ്തകങ്ങൾ. നെഹ്റുവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അദ്ദേഹവും ഇപ്പോഴുള്ള ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ? നെഹ്റുവിന്റെ കൊച്ചുമകനായ രാഹുൽ ഗാന്ധിയാണ് നിലവിലെ പ്രതിപക്ഷ നേതാവ്. നെഹ്റുവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇതെന്താണ്? അതൊരു നത്തിങ് ഫോൺ 1 ആണെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടോ? ഇത് നത്തിങ് ഫോൺ അല്ലല്ലോ. ഓ, ക്ഷമിക്കണം. അതൊരു iPhone 6s ആണെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടോ? ഓക്കെ, ഇതിന് എന്ത് വില വരും? iPhone 6s പഴയ മോഡലായതുകൊണ്ട് തന്നെ ഇപ്പോൾ വിപണിയിൽ വലിയ വിലയില്ല. എന്നിരുന്നാലും കണ്ടീഷനും സ്റ്റോറേജും അനുസരിച്ച് ഏകദേശം 3000 രൂപ മുതൽ 5000 രൂപ വരെ വില പ്രതീക്ഷിക്കാം. ഓക്കെ, എന്താണിത്? അതൊരു പേടിഎം സൗണ്ട് ബോക്സ് ആണ്. കച്ചവട സ്ഥാപനങ്ങളിൽ പേയ്മെന്റ് അറിയിപ്പുകൾ കേൾക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപകരണമാണിത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടോ? ഓക്കെ, ഞാൻ ഇത് എന്താണെന്നായിരുന്നു ചോദിച്ചത്. അതൊരു നത്തിങ് ഫോൺ 3A ബോക്സ് ആണ്. ഇതിനെക്കുറിച്ച് കൂടുതലായി എന്തെങ്കിലും അറിയണമെന്നുണ്ടോ? ഓക്കെ, ഇതിനെന്ത് വില വരുന്നുണ്ട്? നത്തിങ് ഫോൺ 3A ഇന്ത്യൻ വിപണിയിലെ വില ഏകദേശം 27,999 രൂപയാണ്. ഇതിന്റെ കൂടുതൽ ഫീച്ചറുകളെ കുറിച്ചും മറ്റും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, എന്താണിത്? നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, എന്തായിരുന്നു ഇത്? അതൊരു പേടിഎം സൗണ്ട് ബോക്സ് ആണ്. കച്ചവട സ്ഥാപനങ്ങളിൽ പേയ്മെന്റ് അറിയിപ്പുകൾ കേൾക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപകരണമാണിത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടോ? പേടിഎം ഏത് കമ്പനിയാണ്? ഇന്ത്യൻ കമ്പനിയാണോ? അതെ, പേടിഎം ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ആരായിരുന്നു അതിന്റെ ഫൗണ്ടർ? ആരാണ് അതിന്റെ ഫൗണ്ടർ? വിജയ് ശേഖർ ശർമ്മയാണ് പേടിഎമ്മിന്റെ സ്ഥാപകൻ. ഓക്കെ, കൂടുതൽ വിവരങ്ങൾ അറിയാൻ എന്താണിത്? അതൊരു കളിപ്പാട്ട കാറാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടോ? ഇത് ഏത് കൺട്രിയിൽ നിർമ്മിച്ചതാണെന്ന് വല്ലതും പറയാൻ പറ്റുമോ? ആ കളിപ്പാട്ട കാറിന്റെ പുറത്ത് നിർമ്മാണത്തെക്കുറിച്ച് വിവരങ്ങളൊന്നും കാണാനില്ല. സാധാരണ ഇത്തരം കളിപ്പാട്ടങ്ങൾ ചൈനയിലാണ് നിർമ്മിക്കാറുള്ളത്. കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എന്താണിത്? അതൊരു മൊബൈൽ ഫോൺ ചാർജറാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായി എന്തെങ്കിലും അറിയണമെന്നുണ്ടോ? എന്താണിത്? അതൊരു സോപ്പാണ്. കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇത് ഏത് കമ്പനി നിർമ്മിച്ച സോപ്പാണ്? അതൊരു വിവൽ സോപ്പാണ്.
ITC ലിമിറ്റഡ് എന്ന ഇന്ത്യൻ കമ്പനിയാണ് വിവൽ ഉൽപ്പാദിപ്പിക്കുന്നത്. കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ITCയുടെ ഇന്നത്തെ ഷെയർ പ്രൈസ് ഒന്ന് പറയാമോ? ഇന്നത്തെ കണക്കനുസരിച്ച് ITC ലിമിറ്റഡിന്റെ ഒരു ഓഹരിയുടെ വില ഏകദേശം 433 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓഹരി വിപണിയിലെ വിലകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ കൃത്യമായ വിവരങ്ങൾ നൽകാൻ കഴിയില്ല. ഓക്കെ, എന്താണിത്? അതൊരു ബോഡി സ്പ്രേ ആണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടോ? ഇല്ല, കൂടുതലൊന്നും അറിയേണ്ടതില്ല. എൻ്റെ ഫോൺ എവിടെയായിരുന്നു വെച്ചത്? നിങ്ങളുടെ ഫോൺ പേടിഎം സൗണ്ട് ബോക്സിനും ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിനും അടുത്തായി വെച്ചിട്ടുണ്ട്. ഓ, താങ്ക് യു. ഇവിടെയാണല്ലേ? സന്തോഷമായി. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇത്ര എപ്പോഴേ ഉള്ളൂ. താങ്ക് യു, ഗുഡ് നൈറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഗൂഗിളിൻ്റെ ജെമിനി, അവരുടെ AI ആപ്പാണ്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഫീച്ചർ ആയിട്ടുള്ള ലൈവ് ചാറ്റ് എന്നുള്ള ഫീച്ചറാണ്. അതായത് വീഡിയോ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ മുന്നിലുള്ള വസ്തു എന്താണെന്ന് ചോദിക്കാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാവുന്നതാണ്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോവുക. എന്നിട്ട് നിങ്ങൾ ഗൂഗിൾ ജെമിനി ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി അഥവാ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുതിയ വേർഷൻ അപ്ഡേറ്റഡ് ആണോ എന്ന് നോക്കുക. അപ്ഡേറ്റഡ് അല്ലെങ്കിൽ അത് കയറിയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ശേഷം ഗൂഗിളിൻ്റെ ഇൻ്റർഫേസ് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ലഭിക്കുക. അതിൽ നമുക്ക് ഏറ്റവും വലതുഭാഗത്ത് അടിയിലായിട്ട് കാണാം, ഈ മൈക്രോഫോണിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു ലൈവ് ചാറ്റിൻ്റെ ചിഹ്നം കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പുതിയ വിൻഡോ വരും. ആ പുതിയ വിൻഡോയിൽ നമുക്ക് ഇവിടെ ഏറ്റവും വലതുഭാഗത്ത് ഏറ്റവും അടിയിലായിട്ട് നമുക്ക് ഒരു വീഡിയോയുടെ ഇത് കാണാം. ആ വീഡിയോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? അത് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ ഓൺ നെക്സ്റ്റ് വീഡിയോ.